ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ലിവിങ് ആൻഡ് പവർഫുൾ. ദൈവത്തിന്റെ വചനം ജീവിക്കുന്നതും ശക്തിയുള്ളതുമാണ്, പവർഫുള്ളുമാണ് എന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സാഹചര്യമോ നമ്മളുടെ കളറോ നമ്മളുടെ പണമോ നമ്മളുടെ കഴിവോ നോക്കിയിട്ട് വരുന്ന ഒരു കാര്യമല്ല ദൈവത്തിന്റെ വചനം. നിങ്ങളുടെ സാഹചര്യം മുഴുവൻ നിങ്ങളോട് എതിർത്ത് നിൽക്കുന്ന അവസരത്തിൽ ദൈവത്തിന്റെ ശക്തിയാകുന്ന, ദൈവത്തിന്റെ ജീവിക്കുന്ന വചനം നമ്മളെ എൻകൗണ്ടർ ചെയ്യുന്നതിന്റെ കാരണം നിങ്ങളുടെ സാഹചര്യത്തെ മറികടക്കുന്ന ഒരു ശക്തി ഈ വചനത്തിനുള്ളത് കൊണ്ടാകും. നമ്മളുടെ കഴിവ് നമ്മളോട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം നമ്മളുടെ മേലേക്ക് വരികയും ആ നോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ മൈൻഡ് സെറ്റിനെ പൊളിക്കുകയും അതിനെ മറികടക്കുന്ന ഒരു വലിയ ശക്തി നിങ്ങളിലൂടെ വ്യാപരിക്കുകയും നിങ്ങൾക്ക് പൂർണ്ണ വിജയം നൽകുകയും കൃത്യമായി നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുകയും നമ്മളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാകുന്നു ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ വാക്ക് അത് ഫലശൂന്യമാകാതെ അത് റിസൾട്ട് കൊണ്ടുവരാതെ തിരികെ പോകുന്നില്ല. ഇതുപോലെ ആകുന്നു ദൈവത്തിന്റെ വചനവും. ഈ വചനം നമ്മളെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഒരു പുതിയ കാര്യം ചെയ്യാനാകുന്നു, നമ്മളെ ശക്തിപ്പെടുത്താനാകുന്നു, നമ്മളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനാകുന്നു, നമുക്ക് മറികടക്കാനാകാത്ത ചെങ്കടലിനെ മറികടക്കാനാകുന്നു ഈ വചനം നമ്മളെ തേടി വരുന്നത്. ദൈവത്തിന്റെ വചനം നിങ്ങളെ എൻകൗണ്ടർ ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം പഴയതുപോലെ പോകില്ല. നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് എത്ര നെഗറ്റീവ് ആണെങ്കിലും ഈ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ആ സാഹചര്യത്തെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ അസാധാരണക്കാരാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.